ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ തേപ്പ്, പടവ്, ടൈൽസിനെ കുറിച്ചൊന്നല്ല കാണിക്കുന്നത്. ഞാൻ ഗൾഫിൽ പണിയെടുത്ത സമയത്തുള്ള ഒരു വെറൈറ്റി വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ സ്ഥലം അതിനെ പരിചയപ്പെടുത്തി തരാം. ഇത് സൗദി അറേബ്യയിലെ ജിസാൻ സ്റ്റേറ്റിൽ അൽദായർ എന്ന് പറഞ്ഞൊരു ഗ്രാമീണ പ്രദേശമാണ്. അപ്പോൾ ഞങ്ങളിവിടെ മലൻ്റെ മുകളിൽ പണിയെടുത്ത സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കിവിടെ താഴത്തൊരു ഗ്രൗണ്ട് കാണാൻ കഴിയും. 2 മണിക്കൂറിന് 300 റിയാൽ എന്നുള്ള നിലയിൽ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു അടിച്ചുപൊളി സെവൻസിൻ്റെ കോർട്ടാണിത്. അതുപോലെ നമ്മൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആ കാണുന്ന ഒരു ബനി മാലിക് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്ന സമയത്ത് സെൻറ്ററിങ്ങിൻ്റെ കാണി കുത്ത ഒരുപാട് പരിക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മളെ അടുത്തുള്ള ഹോസ്പിറ്റൽ എന്നുള്ള നിലയിൽ ഞങ്ങളിവിടെ കാണിക്കാൻ പോയാൽ നമുക്കറിയാം, ആദ്യം 50 റിയാലിൻ്റെ ഷീറ്റ് വേണം ഡോക്ടറെ കാണിക്കാൻ. ആ 50 റിയാലിൻ്റെ ഷീറ്റൊക്കെ എടുത്ത് ഡോക്ടറെ കാണിച്ച് വരുമ്പോഴത്തേന് മൊത്തം നമുക്കൊരു 150 റിയാലായി മാറും. അപ്പോൾ ഈ 150 റിയാലൊക്കെ ഒരു സാധാരണക്കാരന് വലിയ പൈസയാണ്. അപ്പോൾ ഇവിടെ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ഹോസ്പിറ്റലിൽ ഒരു 10-15ഓളം നേഴ്സന്മാർ, മലയാളി നേഴ്സന്മാർ ഷിഫ്റ്റായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. വെറുതെ മരുന്ന് തന്നുകൊണ്ട്, ഓയിൽമെൻറ്റ് ഇതൊക്കെ വെറുതെ തന്നുകൊണ്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഫസ്റ്റായിട്ട് അവർക്ക് നമ്മൾ നന്ദി അറിയിക്കുകയാണ്. ഈ വീഡിയോ അവർക്ക് കാണുന്നുണ്ടെങ്കിൽ കമൻസിൽ ഒരു ഹായ് കൊടുക്കുക. പിന്നെ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ, ഈ കാണുന്ന മലൻ്റെ അപ്പുറത്ത് യമനാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. ഇത് അൽദായർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അതിൻ്റെ കഫീലിൻ്റെ ഓഡിറ്റോറിയമാണ്. ഈ വരുന്നത് ഒരു എത്തോപ്യക്കാരനാണ്, ഇവിടുത്തെ പണിക്കാരൻ. അതാ മുദീർ ഫന്നാൻ എത്തോപ്പി മക്കല്ലേ. ഓക്കെ, പിന്നെ ഇന്നിവിടെ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഞങ്ങളെ കമ്പനി വക ഒരു നോമ്പർപ്പിക്കലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്തോപ്യക്കാരന് ഇവിടെ പുറത്ത് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ അകത്ത് ഇവിടെ അടുക്കളയിൽ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതൊക്കെ ഞങ്ങളെ കമ്പനി പണിക്കാരാണ്. ഇനി ഒരു 10-20 ആൾക്കാരും ഇവിടെ വരാനുണ്ട്. അപ്പോൾ ഞങ്ങളെ ഈ പണിക്കാർ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞിട്ട് ഇതാ സുഫ്രയിൽ ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരിയും കറിയും കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ വാങ്ങി കൊടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കമ്പനിയിലെ വയറിങ്ങും പ്ലംബിങ്ങും ഒക്കെ ചെയ്യണ വയനാട്ടുകാരന് മനു എന്ന് പറഞ്ഞ ഒരാളാണ്. പിന്നെ അതുപോലെ ആ പോകുന്നത് ഞങ്ങളെ കമ്പനിയിലുള്ള ടൈൽസ് പണിക്കാരനാണ്. മൂപ്പര് പാലക്കാട് ആലത്തൂരിലാണ്. ഈ വീഡിയോ ഒക്കെ പാലക്കാട് ഭാഗത്തുള്ള ആരെയും കണ്ടിക്കുകയാണെങ്കിൽ മൂപ്പരെ അറിയിക്കണം. നമ്മൾ നേരത്തെ ഇവിടെ ഒരു എത്തോപ്യക്കാരനെ കണ്ടില്ലേ. ഈ ഓഡിറ്റോറിയത്തിൽ അടിച്ചു വരുന്നതും വാച്ച്മാൻ പണിയും, ഈ ഓഡിറ്റോറിയത്തിലെ എല്ലാ കാര്യങ്ങളും ഒരേ ഒരു പണിക്കാരന് ഈ എത്തോപ്യക്കാരനാണ്. അപ്പോൾ ഈ എത്തോപ്യക്കാർക്കുള്ളൊരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ഇക്കാമില്ല, പാസ്പോർട്ട് ഉണ്ടാവില്ല. ഈ ജിസാനിലൊക്കെ നിൽക്കുന്ന പ്രവാസികൾക്ക് ശരിക്കും അറിയാൻ കഴിയും എത്തോപ്യക്കാരെ കുറിച്ച്. നമ്മളെ നാട്ടിലൊക്കെ ബംഗാളികൾ നിൽക്കുന്ന മാതിരിയാണ് സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ഒരു എത്തോപ്യക്കാർ എന്ന് പറഞ്ഞാൽ ജിസാനിലായിരിക്കും. കാരണം ജിസാൻ ഏരിയ എന്ന് പറഞ്ഞാൽ മലകളുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവരുടെ രാജ്യത്തു നിന്ന് മല കടന്നു കൊണ്ടാണ് വരാറുള്ളത്. അപ്പോൾ അത് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, എത്തോപ്യയിൽ നിന്ന് എരിത്രയിൽ നിന്ന് യമനിലേക്ക് കടന്നിട്ട് യമൻ്റെ ആദാൻ എന്ന് പറഞ്ഞ തുറമുഖത്ത് നിന്നിട്ട് സൗദിയിലേക്ക് വരും. ചെറിയ ബോട്ടിനൊക്കെ നമ്മൾ പത്തേമാര് സിനിമയിലൊക്കെ വന്ന മാതിരി തന്നെയാണ് ഇവർ വരുന്നത്. അതുപോലെ അങ്ങനെ വന്നതിന് ശേഷം ഇവർ സൗദിൻ്റെ ഈ ജിസാൻ ബോർഡറിലേക്ക് വണ്ടി വിളിച്ച് വരികയാണ് ചെയ്യാറുള്ളത്. എന്നിട്ട് ഈ മലപ്രദേശത്ത് കൂടിയിട്ട് ഇവർ ഈ സൗദിയിലേക്ക് കടന്നു കണ്ട് ഇവിടെയുള്ള ഓരോ ഗോഡൗണ്, അതുപോലെ പോലീസൊന്നും എത്താത്ത ഏരിയകളിലൊക്കെ മസറയിലൊക്കെ പണിയെടുക്കുക ചെയ്യുക. മസറയിലൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ മാങ്ങത്തോട്ടം, വാഴത്തോട്ടം അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എത്തോപ്യക്കാരാണ് ചെറിയ ശമ്പളത്തിൽ പണിയെടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വീട്ടുജോലി, അതേമാതിരി കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ എത്തോപ്യക്കാർ നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ ഈ എത്തോപ്യക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവർ വന്നു കഴിഞ്ഞാൽ ഒരു 3 കൊല്ലം 4 കൊല്ലമൊക്കെ ഇവിടെ പെർമനൻറ്റ് നിന്നിട്ട് ഒരുപാട് ഗോഡൗണിൽ പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് ഗോഡൗണിൽ കൃഷിത്തോട്ടം, മസറകളിലൊക്കെ നിന്നുകൊണ്ട് നല്ല പൈസ ഉണ്ടാക്കും. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ കോൺക്രീറ്റ് വയ്ക്കാനൊക്കെ ഈ എത്തോപ്യക്കാരല്ല കേട്ടോ. എന്നിട്ട് നല്ല പൈസ ഉണ്ടാക്കിയിട്ട് ഇവർക്ക് നാട്ടിലേക്ക് പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇവരിപ്പോൾ 2 കൊല്ലം നിന്നിട്ട് നാട്ടിലേക്ക് പോകണമെന്ന് തോന്നിയാൽ ഇവർ നേരെ പോയിക്കാണ്ട് പോലീസിന് പിടി കൊടുക്കുക ചെയ്യാം. അതായത് ഇപ്പോൾ വന്നിട്ട് ഒരാൾക്ക് 1 കൊല്ലമായിട്ടുള്ളൂ, ഓനക്ക് നാട്ടിൽ പോകണമെങ്കിൽ നേരെ പോയിക്കാണ്ട്, ഞാൻ കണ്ടതാണ് എത്രയോ വട്ടം നമ്മളെ ചങ്ങായിമാരൊക്കെ നമ്മളെ കൂട്ടത്തിന് പോകണതാണ്. ഇതേമാതിരി പോലീസിൻ്റെ റോട്ടിലേക്ക് ഇറങ്ങി നിൽക്കും, കുളിച്ചു മാറ്റിക്കാണ്ട് ജീൻസൊക്കെ ഇട്ടിട്ട് റോട്ടിലേക്ക് ഇറങ്ങി നിന്നാൽ ഇവരെ പോലീസ് കണ്ടു കഴിഞ്ഞാൽ നേരെ പിടിച്ച് ജിസാനിൽ ജയിലിലാക്കിയിട്ട് പിന്നെ അവിടുന്ന് പേപ്പറും എന്തൊക്കെ ക്ലിയർ ആക്കിയിട്ട് നേരെ ഇവരെ എത്തോപ്യയിലേക്ക് ഫ്രീ സർവീസ് വിമാനത്തിൽ. അങ്ങനെ ഈ എത്തോപ്യയിൽ പോയി കഴിഞ്ഞാൽ ഇവർ നേരെ ഒരു 3-4 മാസം കഴിഞ്ഞാൽ വീണ്ടും ഇടനെ തിരിച്ചു വരും. അത് എല്ലാ എത്തോപ്യക്കാരും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മളെ കൂടെ ഒക്കെ പണിയെടുക്കുന്ന എത്തോപ്യക്കാരന് ഇന്നുള്ള പണി എത്തോപ്യക്കാരന് ചിലപ്പോൾ നാളെ ഉണ്ടായിക്കോണമെന്നില്ല. കാരണം ഇന്നലെ രാത്രി ഓനെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ടാവും.
അപ്പം ഇവിടുത്തെ കഥ ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം നല്ലൊരു സ്റ്റോറിയാണ് ഇവരെ പറ്റിയൊക്കെ ഉള്ളത്. ഒക്കെ നമുക്ക് അടുത്ത പോക്കിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ എത്യോപ്യക്കാരെ നാട്ടിൽ പോയി നിൽക്കുകയാണ്. അപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ ഓഡിറ്റോറിയത്തിൽ ഇനി റമദാൻ മാസമാണ് വരാൻ പോണ്. അതായത് ഈ ഓഡിറ്റോറിയത്തിൽ 30 നോമ്പിനും ഇവിടെ നോമ്പർപ്പിക്കൽ വരുന്നുണ്ട്. അതായത് ഇവിടെ ചുറ്റുവട്ടത്തുള്ള പാവപ്പെട്ട യമനികൾ എത്യോപ്യക്കാരൊക്കെ വന്നിട്ട് ഇവിടെ നിന്നാണ് നോമ്പറക്കാറുള്ളത്. അപ്പം ഈ എത്യോപ്യക്കാരനാണ് ഇവിടുത്തെ കറി പത്തിരൊക്കെ ഉണ്ടാക്കലുള്ളത്. അപ്പോൾ ഈ എത്യോപ്യക്കാരൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പത്തിരി ഉണ്ടാക്കാനൊന്നും ആളില്ല. അപ്പോൾ എൻ്റെ കഫീലിൻ്റെ ഓഡിറ്റോറിയം ആയതുകൊണ്ട് എന്നോട് വന്നിട്ട് ഇവനോട് പണി പഠിപ്പിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പത്തിരി കറിയൊക്കെ അങ്ങനെ ഉണ്ടാക്കലെന്ന് നിൽക്കുമ്പോൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സംഭവം എന്ന് വെച്ചാൽ പൊതുവേ ഞങ്ങൾക്ക് സൗദിയിലൊക്കെ റമദാൻ മാസത്തിലുള്ള ഡ്യൂട്ടി എങ്ങനെ വെച്ചാൽ നമുക്ക് നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6-7 മണിക്ക് ഡ്യൂട്ടി തുടങ്ങിയ രാത്രി ഒരു 2 മണി വരെയാണ് ഡ്യൂട്ടി ഉള്ളത്. പിന്നെ നമ്മൾ പെലത്തെ ചോറൊക്കെ തിന്നു കഴിഞ്ഞാൽ നേരെ പിറ്റേ ദിവസം വൈകുന്നേരം വരെ കിടന്നുറങ്ങുക ചെയ്യുക. അപ്പം പിന്നെ ഈ റമദാനിന് എൻ്റെ ഡ്യൂട്ടിയൊക്കെ ചേഞ്ച് ചെയ്യണം. എനിക്കിവിടെ പത്തിരി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോഴത്തിന് നീക്കണം. ഉച്ചയാകുമ്പോൾ നീച്ചുകാണ്ട് നമ്മൾ മാവാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. ഈ മാവ് എങ്ങനെ ഉണ്ടാക്കലെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇവിടെ ഒരു തൊട്ടിപ്പാത്രം ഉണ്ട്. ഈ തൊട്ടിപ്പാത്രത്തിൽ പാകം വെള്ളം വരുന്ന കണ്ട് അതിൽ കുറച്ച് അപ്പക്കാരിടുക. എന്നിട്ട് നല്ല വെള്ളം മിക്സാക്കുക. ആ അപ്പക്കാർ നല്ല മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് മൈദപ്പൊടി ഇട്ടാണ് ടൈറ്റാക്കുക. ആവശ്യത്തിനുള്ള മൈദപ്പൊടി ഇട്ടാണ് ടൈറ്റാക്കിയിട്ട് നമുക്കതിൻ്റെ ഒരു അളവറിയാം. ആ സംഭവം വേറെ സാധനമൊന്നും ചേർക്കാനില്ല. അപ്പോൾ ആ മൈദപ്പൊടി ഇട്ട് ടൈറ്റാക്കി കറക്റ്റാക്കിയിട്ട് ഇത് ഒന്ന് കുഴച്ച് ആ പാത്രത്തിലിട്ടുകൊണ്ട് നല്ല കുഴച്ച് കണ്ട് എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിലൊരു മൂടി കൊണ്ട് ഒരു ശീല കൊണ്ടൊക്കെ മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ചും പാടെ പോയി കിടന്നുറങ്ങാം. അങ്ങനെ 4 മണി ആകുമ്പോഴത്തേന് ഈ മാവൊക്കെ നല്ല ഉഷാറായി പൊന്തി ഒന്നുണ്ടാവും. പിന്നെ നമ്മൾ നേരെ 2 അടുപ്പ് ഒരു ഗ്യാസും കുറ്റിക്ക് സെറ്റ് ചെയ്യുക. എന്നിട്ട് നേരെ എന്ത് ചെയ്യുക, ഫസ്റ്റായിട്ട് അടുപ്പ് എന്ത് ചെയ്യണം, നല്ലൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അടുപ്പിൻ്റെ 2 സ്റ്റെപ്പിലാണ് ഇതിൻ്റെ തീ നിൽക്കുന്നത്. അതൊന്ന് കുറച്ച് കണ്ട് നേരെ ഇതൊന്ന് അടിച്ച് വരെ നോക്കിയിട്ട് അതിലേക്ക് നേരെ ഒരു കൈ കൊണ്ടൊരു ഉണ്ടെടുക്കുക, കൈമേൽ വെള്ളമാക്കുക, നേരെ പരത്തുക. ഒരു അടുപ്പിൽ 5 ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് അടുത്ത അടുപ്പിൽ ഉണ്ടാക്കുക. അപ്പോൾ ഈ അടുപ്പിലുള്ളതായി കഴിഞ്ഞാൽ നേരെ ഒരു കത്തി വെച്ചിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ സിമ്പിൾ വർക്കാണ്. അതേമാതിരി ചെറിയൊരു ഇറച്ചിക്കറി ഇവിടെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോ ഞാൻ ഗൾഫ് പോയിട്ട് കാണിച്ചു തരുന്നുണ്ട്.